എല്ലാവർക്കും ഒരു ഹായ് ഇന്നാണ് പോകുന്നത് ത്രോൺ ഓഫ് സീരീസ് എന്ന ആനിമ സീരീസിന്റെ എപ്പിസോഡ് 16 ഓക്കെ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഹാവച്ചൻ ഈ ലോകത്ത് ഒരുപാട് പേര് എനിക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും, ഞാൻ അതിന് പെട്ടെന്ന് തന്നെ സ്ട്രോങ് ആകണം എന്ന് വിചാരിക്കണം. ആ ലിൻ കൊടുത്ത ആ ബിൽ സോക്കറ്റ് മാസ്റ്റർ പറഞ്ഞത് ആലോചിക്കുന്നു. മാസ്റ്റർ അവനോട് നീ ഫോളാണ്, അത് കേട്ട് ലീഷൻ അവൻ നമ്മളെ പറ്റിച്ചു എന്ന് പറയുമ്പോൾ ഇല്ല, ഈ പിൽസ് ഫേക്ക് ഒന്നുമില്ല, ഈ പിൽസ് ഒറിജിനൽ തന്നെയാണ്. ഒരു ടാലന്റ് ഉള്ളവന് മാത്രമേ ഇതൊക്കെ ഉണ്ടാക്കാൻ കഴിയൂ. ആ കോമ്പറ്റീഷനിൽ ടോപ്പ് 10 കയറിയ ടീമിനെ സെറ്റ് ചെയ്യലോ, അതിൽ ടോപ്പ് 3 കയറിയ ഒരാളെ സെലക്ട് ചെയ്യാം. അതിനുവേണ്ടി ഇത് തന്നു, നീ വാക്ക് കൊടുത്തു, ഇനി അത് മാറ്റാൻ കഴിയുമോ? ഹാവച്ച അതിന് മാസ്റ്റർ തന്നെയല്ലേ പറയുന്നില്ലേ അവന് ടാലന്റ് ഉണ്ടെന്ന്. പിന്നെങ്കിൽ എന്താ? ഹാവച്ചൻ വളർന്നത് മാസ്റ്റർ മനസ്സിലായിരിക്കുന്നത്. അങ്ങനെ അവൻ അതാലോചിച്ച് ലെവൽ 5 ആകുകയാണെങ്കിൽ ലിക്വിഡ് എനർജി ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ അത് എന്താണ് എന്ന് ആലോചിച്ചിട്ട് നിൽക്കുമ്പോഴാണ് മാസ്റ്റർ വരുന്നത്. അവനോട് ഇരിക്കാനായിട്ട് പറഞ്ഞിട്ട് ഇന്ന് നടന്നത് ലീഷൻ ജയിച്ചു, നീയും അവളും ഫസ്റ്റ് മാച്ച് ജയിച്ചു. എന്നാൽ വളരെ സ്ട്രോങ് ആയവരാണ് ഇനിയും വരാൻ പോകുന്നത്. അസാസിൻ ടെമ്പിളിലെ റെയർ സ്കില്ലുകൾ മാത്രമുള്ളവര് മാജിക് ടെമ്പിളിൽ അവൻ ഫയർ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ സോൾ ടെമ്പിളിൽ ഒരു പെൺകുട്ടി, അവൾക്ക് ലെവൽ 8 ഷെല്ലിഷ് 3 ഹെഡഡ് ഡോഗ് എന്നൊരു ലെവൽ 8 ആയതുകൊണ്ട് അതുകൊണ്ട് പേടിച്ച് തന്നെ ഒരുത്തൻ തോൽവി സമ്മതിച്ചു. അവരെല്ലാവരും നിന്റെ അത്ര സ്ട്രോങ് ആണ്, ഏകദേശം ലെവൽ 5 സ്ട്രെങ്ത്. ഇനി ലെവൽ 5 ആയാൽ കിട്ടുന്ന ലിക്വിഡ് എനർജി അത് കാണിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് അവന് അതിശയം. ഇതുകൊണ്ട് ഗുണം പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് പറയാനായിട്ട് തുടങ്ങി. അതെന്നത് ലിക്വിഡായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ ഒരു സ്റ്റീലിൻ്റെ അത്രയും ടഫ്നെസ് ആയിരിക്കും അതിൽ ഉണ്ടാവുക. നോർമൽ വെച്ച് സ്റ്റീലിൻ്റെ അത്രയും സ്ട്രെങ്ത് ഒക്കെ മാറുമെങ്കിൽ ഉറപ്പായും മറ്റാൾ തോൽക്കുമല്ലോ. അവനെ വെച്ച് പഞ്ച് പിടിക്കുന്നു. അവൻ ജയിക്കാനായിട്ട് നോക്കി എന്ന ഒറ്റപ്പിടിക്ക് അവനെ തീർപ്പിച്ചു. ഒന്നോട് വാ എന്ന് പറഞ്ഞ് പിന്നെ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ ദിവസം കടന്നുപോയി. പിറ്റേന്നായി രണ്ടാമത്തെ റൗണ്ടിനായിട്ട് ഒരാൾ വരുന്നു നിൽക്കുന്നു. ഓപ്പോണന്റ് ആയിട്ട് ലീഷനാണ്. അവൾ വരുന്നത് കണ്ട് ഒരു പെണ്ണോ ഓപ്പോസിറ്റ് വരുന്നത് നിന്റെ ക്യൂട്ട്നെസ് കാണിച്ച് തോൽപ്പിക്കാൻ നോക്കരുത് എന്നൊക്കെ പറയുമ്പോൾ നീ അത് ആലോചിച്ച് നിൽക്കണ്ട എന്ന് പറഞ്ഞ് അവളും അങ്ങനെ മാച്ച് തുടങ്ങി. അവൾ അവളുടെ ബീസ്റ്റിനെ എടുക്കുന്നു. റെഡി ആയിട്ട് എത്തി. അവൻ എന്റെ കണ്ടു എന്ന് പറഞ്ഞെടുക്കുന്നു. നോക്കുമ്പോൾ വരുന്നത് ഒരു വൈറ്റ് കരടി. അതിന്റെ ഗർജനം എല്ലാവരും അതിശയിച്ച് നിൽക്കുന്നു. എന്നാൽ അത് വലുതല്ലായിരുന്നു, ഒരു ചെറുതാണ്. അത് കണ്ട് ചിരി. വലുത് വരുമെന്ന് പ്രതീക്ഷിച്ചു വന്നത് പൊടി. ഇത് കാണുമ്പോൾ ചെറുതാണ് എന്നേ ഉള്ളൂ. ബാബു നിന്റെ സ്കില്ല് കാണിക്കുക എന്ന് പറയുമ്പോൾ അത് ചെയ്യാനായിട്ട് തുടങ്ങി. അവിടെ മുഴുവൻ സ്നോക്കി. അവള് നേരെ ചെല്ലുന്നു. അവന് മനസ്സിലായി എന്റെ ട്രാപ്പിലേക്ക് നീ വാ. അവള് വരുമ്പോഴാണ് പെട്ടെന്ന് ചുഴലിക്കാറ്റായത്. അവനകത്ത് കയറി നോക്കുമ്പോൾ കാണുന്നില്ല. ഇതെവിടെ പോയി? അപ്പോഴേക്കും മുകളിലെ അറ്റാക്ക്. എന്ത് ലെവൽ 6 ബീസ്റ്റോ എന്ന് പറഞ്ഞ അതിശയൻ. അപ്പോഴേക്കും അടിച്ചിട്ട് ലെവൽ 6 ആയതുകൊണ്ട് ഞാൻ ലെവൽ 5ന്റെ കാര്യം ഉണ്ടാകില്ല, ആ സ്കില്ല് കൊണ്ട് ഒരു ഗുണം ഉണ്ടാകില്ല. ഹാവച്ചൻ ലെവൽ 6 മാസ്റ്റർ അതിന് അത് രണ്ടുപേരുടെയും കോർഡിനേഷൻ അവളെ ടോപ്പ് 10-ലെത്തിക്കും. അവൾ ആ കരടീനെ കയ്യിൽ വെച്ച് വരട്ടുന്നു. ഞാൻ തോൽവി സമ്മതിച്ചു എന്ന് പറയുകയാണ്. അതോടെ അവള് ആ മാച്ച് ജയിച്ചു. അങ്ങനെ വരുമ്പോഴാണ് അടുത്തത് ഹാവച്ചനും ഗൊയ്ബോയും. അവനെ അടിക്കാനുള്ള ചാൻസ് കിട്ടി എന്ന് പറയുകയാണ്. ഗൊയ്ബോ അപ്പോ അലോ സർ വിത്തൗട്ട് ബീസ്റ്റ്, അവന്റെ കയ്യിൽ അല്ലെങ്കിൽ കാല് ഞാൻ ഒടിച്ചേക്കാം എന്ന് പറയുമ്പോഴാണ് അവരുടെ കണ്ണിന് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നത്. അത് പിന്നെ ഒരു ലെവൽ 6 മാസ്റ്റർ എന്നെ കണ്ടു അസൂയ തോന്നി. കാരണം ഞാൻ അത്രയ്ക്ക് പൊളിയാണല്ലോ, അല്ലെങ്കിൽ ജീനിയസ് ആയവരെ എല്ലാവരും നോട്ടീസ് ചെയ്യും. എന്നാൽ ഞാൻ അയാളെ കണ്ടില്ല. എന്ത് തന്നെയായാലും ഞാൻ പറഞ്ഞതൊക്കെ വെച്ച് ചെയ്യാനായിട്ട് പറയുമ്പോൾ എൻ്റെ 20% സ്ട്രെങ്ത് മാത്രം മതി എന്ന് പറഞ്ഞു പോകുന്നു. ഹാവച്ചനവ ഞാൻ തോൽക്കില്ല എന്ന് പറഞ്ഞു പോവാണ്. അങ്ങനെ പോവുകയാണ്. യാങ്ങുന്നുണ്ടാണ്, വാങ്ങുന്നതിനെ പറയാം, അതേ വായിൽ വരുന്നുണ്ട്. അവനെ കാണുന്ന അവന്റെ അടുത്തൂടെ പോകുമ്പോൾ ആ കയ്യിലുള്ള ഇൻഹേറിറ്റർ അതിന്റെ അടുത്തെത്തിയപ്പോൾ തന്നെ വളരെ സ്ട്രോങ് ആയ ഒരു പവർ അത് ഹാവച്ചന് മനസ്സിലായി. എന്നാൽ ഇവിടെയാണ് വാങ്ങിന് ഇതൊരു ലോഡ് ഷിങ്വിന്റെ ഹെയർ ആണ് എന്ന് പറയുന്നത്. അത് അവനെങ്ങനെ മനസ്സിലായി നോക്കാം. അങ്ങനെ അരീനയിൽ വന്ന് നിൽക്കുമ്പോൾ ഗുരു ആകട്ടെ റാപ്പ് ഇടുന്നു. അതും ലോസർ വിത്തൗട്ട് ബീസ്റ്റ്, നീ തോറ്റിട്ട് പോകും എന്റെ അടിക്ക്, ഞാൻ കൊടുക്കും, നീ വാങ്ങും, ഇപ്പോ തോൽവി സമ്മതിച്ച് പൊയ്ക്കോ. എന്നാൽ ഹാവച്ച സോഡ് എടുത്ത് റെഡിയായി. ആ അക്യുമുലേറ്റഡ് മൊമെന്റം ആ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. അവൻ ആ ബീസ്റ്റിനെ എടുത്ത് സെറ്റായി. എന്നിട്ട് പിറകോട്ട് മാറുകയാണ്. പാസ്റ്റില് ഗുയിങ് അവനോട് അക്യുമുലേറ്റഡ് മൊമെന്റം പിന്നോടുക്കാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. അതുകൊണ്ട് ലീഷൻ ഇവൻ എന്താ പേടിച്ചോ? മാസ്റ്റർ അപ്പോ അങ്ങനെയല്ല, ഗുയിങ് ഈ വീക്ക്നെസ് കണ്ടുപിടിച്ചു. ഇപ്പോഴാണ് പറയുന്നത് അക്യുമുലേറ്റ് മൊമെന്റം അത് എനർജി ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അവന്റെ ലെവൽ വെച്ച് 3 സെക്കൻഡ് മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുക. അത് കഴിഞ്ഞ് ഡിസപ്പിയർ ആയി പോകും. ആ 3 സെക്കൻഡ് പിടിച്ചെന്നാൽ മതി. ഈ സെക്കൻഡിനെ പറയുന്ന പേരാണ് ഗോൾഡൻ 3 സെക്കൻഡ്. അതിന്റെ 3 സെക്കൻഡ് എന്തായാലും ഞാൻ പിടിച്ചെടുക്കും എന്ന് ഗൊയ്ബു. ലീഷൻ മാസ്റ്ററിനോട് ഹാവച്ചൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനർജി പോവില്ലേ? ഗൊയിങ് അതിന് പറയുന്നത് പോലെ അതിന്റെ സമയം കഴിഞ്ഞു, അവൻ എക്സ്പീരിയൻസ് ഇല്ല. ഓരോ മിനിറ്റിലും 500 എനർജിയാണ് എടുക്കുക. അങ്ങനെയെങ്കിൽ മാക്സിമം 3 സെക്കൻഡ് 1500 വരെ. 2000 ആകുമ്പോൾ ലെവൽ 5 ആകുമല്ലോ. ഇത് ലെവൽ 4 ആണ് മാച്ച് പോകുന്നത്. അങ്ങനെ 3 മിനിറ്റ് കഴിഞ്ഞ് അവന്റെ 1000 എനർജി ഇതിനോടൊപ്പം കഴിഞ്ഞു. അവൻ ഇനി വേണ്ടെന്ന് വെച്ചാലും ജയിക്കാൻ പോകുന്നില്ല, അതിന് ചെയ്തു കഴിഞ്ഞാലും ജയിക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പിച്ച് രണ്ടുപേരും പറയുകയാണ്. മാക്സിമം പോയാൽ 4 മിനിറ്റ് വരെ എനർജി ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ സെക്കൻഡും പോയി
4 മിനിറ്റും കഴിഞ്ഞു. എന്നിട്ട് അവൻ ആ എനർജി എടുക്കുന്നത്. അതുകൊണ്ട് ഗോയിങ് ആയിട്ട് ഇതെങ്ങനെ എന്ന് ഷോക്ക് നോക്കിയത്. അവൻ ഫർണൈസിൽ നിന്നാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് അവൻ കംപ്ലീറ്റ് ആയി. അവന് സ്പീഡിന് വരാനായിട്ട് തുടങ്ങി. ഗോയിവ് ഓടാനായിട്ടും തുടങ്ങി. 3 സെക്കൻഡ് പിടിച്ചിരുന്നാൽ മതിയല്ലോ. 1 സെക്കൻഡ് കഴിഞ്ഞു, പിന്നെ പോയി 2 സെക്കൻഡ് കഴിഞ്ഞു, പിന്നും പോയി 3 സെക്കൻഡ് കഴിഞ്ഞു. എല്ലാവർക്കും അത് മനസ്സിലായി. ഗോയിവിന് അത് മനസ്സിലായിട്ട് തിരിച്ചടിക്കാൻ വന്നതും 4ാമത്തെ സെക്കൻഡ് ഹാവച്ച അത് ഉപയോഗിക്കുന്നത്. ഹോളി ട്രാക്ഷൻ ഫർണസ് ആ എനർജി എല്ലാം കൂടി ചെയ്ത് ഒറ്റയടി അതിൽ തെറിച്ചുപോയി. അവനെ ഉപയോഗിക്കാൻ വന്ന ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന നൈഫ് വരെ പൊട്ടിപ്പോയി. എല്ലാവരും ഇതാണ്ട് ഞെട്ടി. കാരണം 3 സെക്കൻഡ് ഉപയോഗിക്കാൻ കഴിയുന്നത് ഹാവച്ചന് അങ്ങനെയാണ് 4 സെക്കൻഡ് എടുത്തേ. അങ്ങനെയെങ്കിൽ അവൻ ലെവൽ 5 ആകും. മാസ്റ്ററിന് ഹാപ്പി മാനേഴ്സ് കാണിക്കും. ഇതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല. അവൻ ഒരുപാട് സീക്രട്ട് ഒളിപ്പിക്കുന്നു. ഗൊയിങ് നിൽക്കുന്നത് കേട്ട് അങ്ങോട്ട് പോകുന്നു. ഗൊയ്വോ ഇത് 4 മിനിറ്റ് നിന്നു. 3 സെക്കൻഡ് ഉപയോഗിക്കാൻ കഴിയുന്നത് അവ അതിൽ കൂടുതൽ ഉപയോഗിച്ച്. ഇത് ചീറ്റിംഗ് ആണ്. അവൻ ലെവൽ 5 ആണ്. അവിടെ ഉള്ളവർ ശരിയാണ്. 4 സെക്കൻഡ് കൂടുതൽ 3 സെക്കൻഡ് കൂടുതലായി അവൻ ലെവൽ 5 ആയവർക്ക് ഉപയോഗിക്കാൻ കഴിയും. പിന്നെ സ്കിപ്പ് ചെയ്യാതിരുന്നത് എന്താ എന്നൊക്കെ പറയുമ്പോൾ വാങ്ങും. ഇത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അവന്റെ ചെക്ക് ചെയ്യാനായിട്ട് ഹാൻ ക്വാൻ പറയുന്നു. അത് ചെക്ക് ചെയ്യാൻ തുടങ്ങി. റെഫറി പോലെ ഇവ യങ്ങായിട്ട് പോലും ലെവൽ 5. ഗൊയിങ് മാസ്റ്ററിനെ കണ്ടിട്ട് നിങ്ങൾ 2 പേരെ ചീറ്റ് ചെയ്തു. എന്റെ മകനെ ഹർട്ടാക്കി. അതിന് മാസ്റ്റർ ആരാണ് ആ ഡെർട്ടി ട്രിക്ക് ഉപയോഗിച്ചെന്ന് കണ്ടു. ആ നൈഫ് ഉപയോഗിക്കാൻ പോയത്. ഹാവച്ചന്റെ ചെക്ക് ചെയ്തു 1803. അവൻ ജയിച്ചെന്ന് പറയുന്നു. അത് കേട്ട് പിന്നും അതിശയം. മാസ്റ്റർ ആ ബെറ്റ് ഓർമ്മ ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ നീ എന്നെ അടിക്കോ? ഞാൻ ഹോജി സിറ്റിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. എന്നെ അടിച്ചാൽ എന്റെ സിറ്റി അടിക്കുന്നതിന് പോലെയാണ്, അപമാനിക്കുന്നതിന് പോലെയാണ് എന്നൊക്കെ ഡയലോഗ്. വേറെ ഒന്നും നോക്കിയില്ല. ലൈറ്റ് കവറിട്ട് ഒറ്റ അടി. കുഞ്ഞിനോട് ഇനിയെങ്കിലും നിനക്ക് ബുദ്ധി ഉപയോഗിച്ചിട്ട് ബോധത്തിലേക്ക് വാ. നീ റിസൾട്ട് മാത്രമാണ് നോക്കുന്നത്. ഈ ചെറിയ പ്രായത്തിൽ അവൻ എന്തൊക്കെയായി അച്ചീവ് ചെയ്തെന്ന് നോക്ക്. നിനക്കറിയോ നിന്റെ മകനെ വീഴ്ത്താൻ 1000 വഴികളുണ്ട്, ഡയറക്റ്റ് ട്രിക്ക് വരെ. എന്നിട്ട് അവൻ ഈ റിസ്ക് എടുത്തുവെങ്കിൽ അവന്റെ ടാലന്റ് എത്രമാത്രമാണെന്ന് നിനക്കറിയോ? ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? നീ അവനോട് നന്ദി പറയണം. ഇത്രേ കാണിച്ചുള്ളൂ എന്ന്. ഇനിയും നീ ദ്രോഹിക്കാനാണെങ്കിൽ നിന്റെ മകൻ ഇനിയും ഹർട്ടാക്കും എന്ന് പറഞ്ഞു പോയി. അതോട്ട് ഗൊയിങ്ങിനും തെറ്റുപറ്റി എന്നതുപോലെ ഒരു മൈൻഡിൽ വന്നു. മര്യാദയ്ക്ക് മാറോ എന്ന സംസാരമുണ്ട്. മാസ്റ്റർ മനസ്സിൽ ഹാവച്ചനോട് എനിക്ക് നന്ദി പറയണം. ഗോയിങ് ഈ സമയത്ത് നിനക്ക് ഞാൻ റെസ്പെക്ട് തരുന്നു. ഇനി ഇതുപോലെ ചെയ്യരുത്. ഹാവച്ചന്റെ ഡീറ്റെയിൽസ് കിട്ടിയ മോൺ സിറ്റിയിൽ നിന്നാണ് റിംഗ് ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ട്. എന്നാൽ അവന്റെ അച്ഛൻ അമ്മ നെയിമില്ല. ലോങ് ഹാവച്ചൻ എന്ന പേരില്ല. ലോങ് എന്ന് കേട്ടപ്പോൾ എന്തൊരു സംശയം നിന്നിട്ട് അവരുടെ ഈ ഒരാളുടെ ഡീറ്റെയിൽസ് അത് പുറത്തു പോകാൻ പാടില്ല. അവർ ഓക്കെ. ഹാവച്ചൻ വന്ന് അവർക്ക് ഹാപ്പി. മുൻപ് നടന്നത് എന്നാണെന്ന് ചോദിക്കുമ്പോൾ അവൻ 4 മിനിറ്റ് കൂടുതൽ യൂസ് ചെയ്തത് അത് പറയുന്നു. അതിന് കാരണം ഹോളി ട്രാക്ഷൻ ഫർണേഴ്സ് ആണ്. അതിൽ എനർജി സ്റ്റോർ ചെയ്യാൻ കഴിയും. അതിൽ നിന്നെടുത്താണ് പിന്നെ ഉപയോഗിച്ച്. അതുപോലെ അവന്റെ എനർജി അത് ലിക്വിഡായിട്ട് അവന് ഉപയോഗിക്കാൻ പോലെ ഫീൽ കിട്ടി. അത് കേട്ട ഷോക്ക്. കാരണം പീക്ക് ലെവൽ 4 ആണ്. അതുപോലെ ലെവൽ 5 മാത്രമായവർക്കാണ് അത് ഉപയോഗിക്കാൻ കഴിയുക. അവൻ പീക്ക് ലെവൽ 4 4 മിനിറ്റ് കൂടുതൽ നിൽക്കാനും കഴിഞ്ഞു. അത് ചെയ്യണമെങ്കിൽ അവൻ ആ ലിമിറ്റ് വരെ പോകണമായിരുന്നു. അത് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് റിസ്ക് എടുത്തത്. അവനും പ്രാക്ടീസ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു പോകുന്നു. വാങ്ങ്, എല്ലാ മാച്ചും ജയിച്ചു. നീ ആയിട്ടുള്ള ഫൈറ്റിനാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.鬼，这棒棒糖换来我不要，拿开！